500ഓളം യുവാക്കളുടെ സംഘടിതമായ ലൈംഗിക പീഡനത്തിന് ഇരയായ വധിക്കപ്പെട്ട 17-കാരിയുടെ കരളിലിപ്പിക്കുന്ന കഥയാണിത്. സംഭവം നടക്കുന്നത് സൗത്ത് കൊറിയയിലെ മറിയാൻ എന്ന സ്ഥലത്താണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ 17-കാരിയാണ് കേന്ദ്ര കഥാപാത്രം. നല്ല തടിച്ചു കൊഴുത്ത് അതീവ സുന്ദരിയായിരുന്നു ജങ്കോ ഫ്രൂത എന്ന ഈ പെൺകുട്ടി. അഴകിലും വിദ്യാഭ്യാസത്തിലും അവളെ കഴിച്ചുവെക്കാൻ മറ്റാരുമില്ല. എന്നാൽ കൗമാരപ്രായത്തിൽ അവൾ ഏൽക്കേണ്ടി വന്ന മൃഗീയ പീഡനത്തിന്റെ കഥ കേട്ടാൽ കരിങ്കൽ പോലും ഉരുകിപ്പോകും. പലരും ഈ പെൺകുട്ടിയെ വിവാഹ അഭ്യർത്ഥനയുമായി സമീപിച്ചിരുന്നു. ഇവളെ വശീകരിച്ച് അധീനതപ്പെടുത്താൻ ശ്രമിച്ചവരും ഏറെയുണ്ട്. ന്യൂയോർക്കിൽ നിന്നും ഈ പെൺകുട്ടി അതിസമർത്ഥമായി രക്ഷപ്പെട്ടു. എന്നാൽ അവൾ പ്രപ്പോസ് നൽകി നിരാശനായ സ്ഥലത്തെ പ്രധാന പയ്യൻ വൈരാഗ്യ ബുദ്ധിയോടെ അവളെ നിഴൽ പോലെ പിന്തുടർന്നു. എല്ലാ തെറ്റുകുറ്റങ്ങളുടെയും വിലനിലയമായ ഗ്യാങ്സ്റ്റാറിലെ രംഗമായിരുന്നു ഈ യുവാവ്. ഒരു ദിവസം കടയിൽ നിന്ന് വീട്ടിലേക്ക് സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് തന്നെ അവസരം. അവൻ ഗ്യാങ്ങിലെ മറ്റൊരു സുഹൃത്തിനെ സഹായത്തിന് വിളിച്ചു. സൈക്കിൾ ഈ പെൺകുട്ടിയെ പിന്തുടരുക, പിടിച്ചു തെറിപ്പിക്കുക, അത്ര ചെയ്തു തന്നാൽ മതി. സുഹൃത്ത് ബൈക്കുമായി യുവതിയുടെ പിന്നാലെ പോരുകയും ബൈക്ക് ഇടിച്ച് യുവതിയെ തെറിപ്പിക്കുകയും ചെയ്തു. ഒരു രക്ഷകനായി ഈ യുവാവ് കാറുമായി യുവതിയുടെ അടുത്തെത്തി. പ്രാഥമിക ചികിത്സ നൽകാനെന്ന വ്യാജേന പിടിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി. വഴിമധ്യേ ഇതേ ഗ്യാങ്ങിൽപ്പെട്ട 3 യുവാക്കളെയും കൂടി കാറിൽ കയറ്റി. കാറിൽ കയറിയ 3 യുവാക്കൾ യുവതിയെ ബലമായി പിടിച്ചു കെട്ടിയിട്ടു കൊലഭീഷണി ഉയർത്തി. അവളെ കൊണ്ട് അവളുടെ മാതാവിനെ ഫോൺ വിളിപ്പിച്ചു. താൻ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്, 3-4 ദിവസത്തേക്ക് അന്വേഷിക്കേണ്ടതില്ല എന്ന് അവൾ അമ്മയോട് പറഞ്ഞു. ജീവനിൽ ഭയമുള്ളത് കൊണ്ട് അവൾക്ക് അങ്ങനെ പറയേണ്ടി വന്നു. സംഘത്തിലെ മറ്റൊരു സുഹൃത്തിന്റെ പിതാവിന്റെ പേരിലുള്ള ഒഴിഞ്ഞ ബംഗ്ലാവിലേക്കാണ് അവളെ കൊണ്ടുപോയത്. അവളെ മുറിയിൽ അടച്ചിട്ടു. പെൺകുട്ടിക്ക് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഓരോ ദിവസവും 12 പേരെങ്കിലും പെൺകുട്ടിയെ മാറി മാറി ഉപയോഗിച്ചു. പൂർണ്ണ നഗ്നയാക്കി കെട്ടിയിട്ടായിരുന്നു ബലാത്സംഗം. 40 ദിവസം കൊണ്ട് 500ഓളം പേരാണ് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇക്കാലയളവിൽ പെൺകുട്ടിയെ മൃഗീയമായി ആക്രമിക്കുകയായിരുന്നു. ജനനേന്ദ്രിയത്തിൽ ഇരുമ്പ് വടികളും പൈപ്പുകളും കത്തുന്ന ബൾബുകളും കയറ്റി മൃഗീയമായി പരിക്കേൽപ്പിച്ചു. അവളുടെ മലമൂത്ര വിസർജനം അവളെ കൊണ്ട് തന്നെ കുടിപ്പിക്കുകയും തീറ്റിപ്പിക്കുകയും ചെയ്തു. അവൾക്ക് ഭക്ഷണമായി നൽകിയത് പാറ്റകളും കൂറകളുമായിരുന്നു. അവളെ തലകീഴായി കെട്ടിത്തൂക്കി ദേഹമാസകലനം സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുകയായിരുന്നു. പൈശാചിക ക്രൂരതയ്ക്ക് വിധേയമായ ആ പെൺകുട്ടി ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് വീണു. മരണപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ വലിയൊരു ടാങ്കിൽ ബോഡി ഇട്ട് കോൺക്രീറ്റ് തറ ഉണ്ടാക്കി. മകളെ കാണുവാനില്ല എന്ന പരാതി മാതാപിതാക്കൾ പോലീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയെ തുടർന്ന് അന്വേഷണം ഊർജിതപ്പെടുത്തി. അവസാനമായി അവൾ പോയ കടയിലെ CCTVയിൽ നിന്നും പോലീസ് അന്വേഷണം തുടർന്നു. സൈക്കിളിൽ ബൈക്ക് ഇടിച്ചയാളെ കണ്ടുപിടിച്ചു. അവനെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ കൂടുതൽ വിവരം ലഭ്യമായി. താമസിയാതെ കുറ്റവാളികളെ കണ്ടെത്താനും കോൺക്രീറ്റ് തറ കിളച്ച് യുവതിയുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു.